നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചടയമംഗലത്ത് കിണറ്റിലെ മോട്ടോർ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിലെ പ്രതികളിൽ ഒരാളെ ചടയമംഗലം പോലീസ് പിടികൂടി. ആയൂർ അകമൺ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ആഴ്ചകൾക്ക് മുൻപ് കിണറുകളിലെ മോട്ടോറുകൾ മോഷണം പോയിരുന്നു. അഞ്ചൽ കോമളം ശുചിവിലാസത്തിൽ ഷിജുവിനെയാണ് ഇപ്പോൾ ചടയമംഗലം പോലീസ് പിടികൂടിയത്. ഇയാളിപ്പോൾ വയക്കൽ ഉമ്മന്നൂരിൽ കഴിഞ്ഞ 4 വർഷമായി സ്ഥിരമായി താമസിച്ചു വരികയാണ്. ഇയാളോടൊപ്പം മോഷണം നടത്തിയ കൂട്ടാളി ഒളിവിലാണ്. ആയൂരിൽ സ്ഥാപനം നടത്തുന്ന കാരാളികോണം സ്വദേശിയായ ആരിഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷിജു പിടിയിലാകുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി മാസം 25-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഷിജുവും സുഹൃത്തും കൂടി ആയൂരിലെത്തുകയും ആരിഫിന്റെ കടയുടെ സമീപത്തുള്ള പുരയിടത്തിലുള്ള കിണറ്റിനകത്തിട്ടിരുന്ന മോട്ടോർ ഉയർത്തിയെടുക്കുകയും മോട്ടോറിൽ സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ മുഴുവൻ ചവിട്ടിയൊടിക്കുകയും ചെയ്തു. തുടർന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും തൊട്ടടുത്തുള്ള ആക്രിക്കടയിൽ വിൽക്കുകയും ചെയ്തു. മോട്ടോർ മോഷണം പോയെന്ന് മനസ്സിലാക്കിയ കടയുടമ നടത്തിയ അന്വേഷണത്തിൽ സമീപത്തുള്ള ആക്രിക്കടയിൽ സുഹൃത്തും ഷിജുവും ചേർന്ന് മോട്ടോർ വിൽപ്പന നടത്തിയതായി മനസ്സിലാക്കി. തുടർന്ന് ചടയമംഗലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആരിഫിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് നടത്തിയ രഹസ്യ നിരീക്ഷണത്തിൽ പ്രതിയെ അഞ്ചൽ ഭാഗത്തു നിന്നും കണ്ടെത്തി. സമീപ പ്രദേശങ്ങളിൽ നിന്നും മോഷണം പോയിട്ടുള്ള ഉപകരണങ്ങളും ഇയാളുടെ അറിവോടെയാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇയാളുടെ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ചോദ്യം ചെയ്യലിൽ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തുന്നതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ചടയമംഗലം CI സുനീഷ്, SI മോനിഷ്, പ്രൊബേഷൻ SI ശ്യാം, SI ദിലീപ്, ഗ്രേഡ് SI സുദർശനൻ, SCPO ഷംനാദ്, CPO ജോബി, HG ഷാജി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. വേറെ